ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യവും അനുഗ്രഹീതവുമായ നാമത്തിൽ എല്ലാ ദൈവമക്കൾക്കും എൻ്റെ സ്നേഹവന്ദനത്തെ ഈ തരുണത്തിൽ അറിയിക്കുന്നു. ഈ ആത്മീയ ശുശ്രൂഷയിൽ ഇന്ന് രാത്രിയിൽ പങ്കെടുക്കുന്ന ഈ ഹാളിലും അതിൻ്റെ പുറത്തുമായി ഒക്കെ നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള സ്നേഹാദരവുകളെയും വന്ദനത്തെയും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അറിയിക്കുകയാണ്. പാസ്റ്റർ കെ തോമസ് അവർകൾ, പാസ്റ്റർ കെ എബ്രഹാം, ആ പ്രിയ കുടുംബം ഞങ്ങൾക്ക് സഭയ്ക്ക് ശുശ്രൂഷയ്ക്ക് എല്ലാ കാലവും ഏറ്റവും അനുഗ്രഹമാണ്. പാസ്റ്റർ ജിജി മോഹൻ, പാസ്റ്റർ അനിൽ സാമുവൽ, ബാബു ബ്രദർ, മറ്റ് ദൈവദാസന്മാർ, എല്ലാവർക്കും എൻ്റെ എല്ലാ സഹോദരങ്ങൾക്ക്, ഇമ്മാനുവൽ കെ പി വർഷിപ്പ് ടീം, എല്ലാവർക്കും സ്നേഹവന്ദനം. ഞാൻ ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ വചനം ശുശ്രൂഷിക്കുന്നതിന് മുൻപായിട്ട് ഒരു നിമിഷം എല്ലാവരും ആ കരങ്ങളെ ഒന്ന് ദൈവസന്നിധിയിൽ ഉയർത്തിപ്പിടിച്ച് ദൈവത്തിൻ്റെ മഹത്വം ഇന്ന് രാത്രിയിലൂടെ ഇറങ്ങണം. കർത്താവിൻ്റെ കരം ഇന്ന് രാത്രിയിലൂടെ ചലിക്കുവാനിടയാകണം. അധരങ്ങളെ തുറന്ന് എല്ലാവരും ചേർന്ന് യേശുവിനൊന്ന് നന്ദി പറഞ്ഞ് ആത്മാവിൽ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. യേശുവേ, യേശുവേ, അങ്ങയുടെ വചനത്താൽ, അങ്ങയുടെ ആത്മാവിനാൽ, അവിടുത്തെ ശക്തിയാൽ അടിയങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളെ തന്നെ നിന്റെ സന്നിധിയിൽ താഴ്ത്തുകയാണ്. ഞങ്ങളെ മുറ്റുമായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. അപ്പാ, അപ്പാ, അപ്പാ. ആ കൈകളെ ഉയർത്തി ചില മിനിറ്റുകൾ എല്ലാവരും ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ച്. പൗലോസ് പറയുന്നു, ഞാൻ ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും, ഞാൻ ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും. ഞാൻ ബുദ്ധി കൊണ്ടും പാടും, ആത്മാവ് കൊണ്ടും പാടും. ആത്മാവിൽ അന്യഭാഷയിൽ ശബ്ദമുയർത്തി നിങ്ങളെ ക്ഷീണങ്ങളെല്ലാം മറന്ന് ഈ അന്തരീക്ഷത്തിൽ ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാത്രി ഇറങ്ങി നിൽക്കട്ടെ. യഹോവയുടെ മഹത്വം, ഷെക്കേന ഗ്ലോറി, ഷെക്കേന ഗ്ലോറി. വാഴ്ത്തുമേ Thank you, Jesus. സ്വർഗം എന്റെ സിംഹാസനവും ഭൂമി എന്റെ പാദപീഠവും എന്നരുളി ചെയ്ത കർത്താവേ, അവിടുത്തെ തിരുപാദപീഠത്തിൽ ഇന്ന് രാത്രിയിൽ വന്ന് തിരുമുഖത്തേക്ക് നോക്കി ആരാധിക്കുവാൻ അവിടുന്ന് നൽകുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നിങ്ങൾ കാണും എന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ്, ഇന്ന് രാത്രിയിൽ യഹോവയുടെ മഹത്വം, ദൈവത്തിന്റെ തേജസ് ഈ ഓഡിറ്റോറിയത്തിനകത്ത് ഇറങ്ങി വരുന്ന കാഴ്ച ഈ ജനം കാണാൻ പോകുന്നതിനായി ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാത്രിയിൽ ഇതിനകത്ത് വെളിപ്പെട്ടു വരുമ്പോൾ അത്ഭുത സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ, വിടുതലുകൾ സംഭവിക്കട്ടെ, നഷ്ടപ്പെട്ടത് ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ. യഹോവയുടെ അനുഗ്രഹങ്ങൾ, ദൈവത്തിന്റെ അഭിവൃദ്ധികൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ഇതിൽ വെളിപ്പെടേണ്ടതിനായി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരം ചലിക്കുന്നതിനാൽ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 18-ാം വാക്യം ഇന്ന് രാത്രിയിലത്തെ ചിന്തയ്ക്കായി വായിക്കുന്നു. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 18-ാം വാക്യം. അപ്പോൾ മോശെ, നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്ന് അപേക്ഷിച്ചു. ദൈവത്തിന്റെ ഗ്രഹത്തിൽ വിശ്വസ്തനായിരുന്ന, ദൈവത്തിന്റെ വിശ്വസ്ത പ്രവാചകനായിരുന്ന ദൈവപുരുഷനായ മോശ ദൈവത്തോട് ചോദിച്ച, പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 18-ാം വാക്യം. ഓരോരുത്തരുടെയും ദൈവികമായ വിളികളിൽ വ്യത്യാസമുണ്ട്. ഓരോരുത്തരിലും ദൈവം കൊടുത്തിരിക്കുന്ന ദൈവിക നിയോഗങ്ങളിൽ വ്യത്യാസമുണ്ട്. അവൻ ചിലരെ പ്രവാചകന്മാരായും, ചിലരെ അപ്പോസ്തലന്മാരായും, ചിലരെ സുവിശേഷകരായും, ഇടയന്മാരായും, ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. എന്നാൽ
പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവത്താൽ വിളിക്കപ്പെട്ട, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവപുരുഷനായ മോശ എന്ന ദൈവമനുഷ്യൻ മറ്റുള്ള പ്രവാചകന്മാരിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു. എല്ലാ നിലകളിലും എല്ലാ അർത്ഥ തലങ്ങളിലും. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, മോശ ദൈവത്തോടൊരു കാര്യം അപേക്ഷിച്ചാൽ, പ്രാർത്ഥിച്ചാൽ ഏതു സാഹചര്യത്തിലും ദൈവം പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. തീക്കൽ പാറയിൽ നിന്ന് ഈ ദൈവമനുഷ്യന്റെ പ്രാർത്ഥന വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്. കുടിക്കാൻ കയ്പായിരുന്ന വെള്ളം മാറ എന്ന് വിളിച്ചത് ആ മനുഷ്യന്റെ പ്രാർത്ഥനയിൽ മധുരമായിട്ടുണ്ട്. ആർത്തു വിളിച്ച ചെങ്കടൽ തൻ്റെ കരമൊന്ന് ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ രണ്ടായി വിഭാഗിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ദൈവമനുഷ്യനായ, ദൈവപുരുഷനായ മോശയുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം എല്ലാ കാലത്തും മറുപടി കൊടുത്തിട്ടുണ്ട്. ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് ആ മനുഷ്യൻ്റെ ഹൃദയത്തിലെ ആഗ്രഹമാണ്. ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുന്നവരെന്ന കരങ്ങൾ ഉയർത്തിയേ. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലുള്ള വസ്തുതകളാണ്, ആഗ്രഹങ്ങളാണ്. വേദനകൾ പ്രാർത്ഥനകളായി പരിണമിക്കാറുണ്ട്, ആവശ്യങ്ങൾ പ്രാർത്ഥനകളായി പരിണമിക്കാറുണ്ട്, ആഗ്രഹങ്ങൾ പ്രാർത്ഥനകളായി പരിണമിക്കാറുണ്ട്. ഇവിടെ മോശ എന്ന് പറയുന്ന മനുഷ്യൻ ദൈവത്തോട് ചോദിച്ചത് കടഭാരം മാറ്റണമേ എന്നല്ല, കുറച്ചും കൂടെ അഭിഷേകം തരണമേ എന്നല്ല, കുറച്ചും കൂടെ വസ്തുവകകളോ നന്മകളോ നൽകണം എന്നല്ല. മോശയുടെ ആഗ്രഹം, മോശയുടെ കൊതി, ഒറ്റ വാക്കിൽ മോശ ദൈവത്തോട് പറയുകയാണ്, നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ, നിന്റെ മഹത്വത്തെ എനിക്ക് വെളിപ്പെടുത്തണമേ. എന്തുകൊണ്ടായിരിക്കാം ഈ ദൈവമനുഷ്യൻ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചത്? മറ്റുള്ള എല്ലാ വിഷയങ്ങളിൽ നിന്നും വ്യത്യസ്തവും ശക്തവുമേറിയ വിഷയമാണ് തേജസ്. ഇംഗ്ലീഷിൽ ഗ്ലോറി, ഹിബ്രുവിൽ കബോദ്, ഷഖേന എന്ന് പറയപ്പെടുന്ന ദൈവ തേജസ് അഥവാ ദൈവ മഹത്വം. സംഖ്യയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ, സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിനകത്ത് ദൈവം പൊതുവെ ഒരു വാഗ്ദത്തം നൽകിയിരിക്കുകയാണ്. എങ്കിലും എന്നാണ് ഈ ഭൂമിയെല്ലാം യഹോവയുടെ തേജസ് കൊണ്ട് നിറഞ്ഞിരിക്കും. ഇത് ദൈവം നൽകിയിരിക്കുന്ന ഒരു പ്രോമിസാണ്, ദൈവം നൽകിയിരിക്കുന്ന ഒരു വാഗ്ദത്തമാണ്. ഇത് ആണയിട്ട് പറയുകയാണ്, എങ്കിലും എന്നാണ് ഈ ഭൂമിയെല്ലാം, അതിൽ കേരള സംസ്ഥാനമുണ്ട്, അതിൽ ഇന്ത്യ മഹാരാജ്യമുണ്ട്. നിങ്ങൾ പ്രതികരിക്കാതിരിക്കുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ പറയാം, അതിൽ തിരുവനന്തപുരമുണ്ട്, അതിൽ നിങ്ങളുടെ ഭവനമുണ്ട്. എങ്കിലും എന്നാണ് ഈ ഭൂമിയെല്ലാം എൻ്റെ മഹത്വം കൊണ്ട്, എൻ്റെ തേജസ് കൊണ്ട് നിറഞ്ഞിരിക്കും. ദൈവമേ, അങ്ങയുടെ തേജസ്, അങ്ങയുടെ മഹത്വം ഈ ഭൂമിയിൽ നിറയുന്നത് ഏതു നിലകളിലായിരിക്കും? അതിനുത്തരം പറയുന്നത് ഹബക്കൂക്ക് എന്ന പ്രവാചകനാണ്. ഹബക്കൂക്കിൻ്റെ പ്രവചന പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ പ്രവാചകനായ ഹബക്കൂക്ക് പറയുന്നു, വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ മഹത്വത്തിൻ്റെ പരിജ്ഞാനത്തിൽ പൂർണ്ണമായി തീരും. സമുദ്രത്തിൽ വെള്ളം നിറയപ്പെട്ട് കിടക്കുന്നത് പോലെ ഈ ഭൂമി ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് നിറയപ്പെട്ടിരിക്കും.
തിരുവനന്തപുരം കടലുള്ള സ്ഥലമാണ്. കടൽ ബീച്ചുകളിലൊക്കെ നിങ്ങൾ പോയിട്ടുള്ളതാണ്. കടൽ വെള്ളം കൊണ്ട് മൂടിക്കിടക്കുന്നത് പോലെ ഈ തിരുവനന്തപുരം പട്ടണം ദൈവത്തിന്റെ മഹത്വത്താൽ നിറയപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ അധരങ്ങൾ തുറന്ന്, ഇത് ഒരു മനുഷ്യൻ പറഞ്ഞ ദൂതല്ല, ഒരു വ്യക്തി നൽകുന്ന വാഗ്ദത്തമല്ല. ആകാശവും ഭൂമിയും മാറിയാലും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് തരുന്ന ഉറപ്പാണ്. ഈ വാഗ്ദത്തത്തിൽ വിശ്വസിക്കുന്നവർ, വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവം, ഈ വാഗ്ദത്തത്തെ നിവർത്തിക്കുവാൻ ശക്തനെന്ന് ഉറയ്ക്കുന്നവർ ഇന്ന് രാത്രിയിൽ കൈകളെ തട്ടിയോ അധരങ്ങളെ തുറന്നോ ജീവനുള്ള ദൈവത്തിന് ഇന്ന് രാത്രിയിൽ സ്തോത്രം ചെയ്യാം. കടൽ വെള്ളം കൊണ്ട് മൂടിക്കിടക്കുന്നത് പോലെ യഹോവയുടെ പരിജ്ഞാനത്താൽ ദൈവത്തിന്റെ മഹത്വം ഈ ഭൂമിയെ കവർ ചെയ്ത് പിടിക്കും. ഞാൻ സത്യമായൊരു കാര്യം പറയാം. നമുക്കെല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള, നമ്മളെല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് അഭിഷേകം. ഇന്ന് പകൽ 2 ശുശ്രൂഷകളിൽ, 2 സെഷനുകളിൽ ഞാൻ ശുശ്രൂഷിച്ചിട്ടാണ് 3ാമത്തെ സെഷൻ എന്നതുവണ്ണം ഈ രാത്രിയിൽ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. രാവിലെ കൊട്ടാരക്കര സഭയിലെ സഭായോഗത്തിലും അതിനുശേഷം ഞങ്ങളുടെ യൂത്തിന്റെ മീറ്റിംഗിലും, ഈ 2 മീറ്റിംഗിലും കർത്താവിന്റെ അഭിഷേകം ചലിക്കുന്നത് ഞാൻ വ്യക്തിപരമായി കണ്ടു. എന്നാൽ ഇന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, അഭിഷേകത്തെക്കാൾ വലുതാണ് ദൈവത്തിന്റെ മഹത്വം. കാരണം ദൈവം നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുന്നത് അവന്റെ മഹത്വത്തിനായിട്ടാണ്. രോഗശാന്തി ശുശ്രൂഷയേക്കാൾ വലുതാണ് ദൈവത്തിന്റെ മഹത്വം. കാരണം ദൈവം രോഗശാന്തിയുടെ കൃപ തന്നിരിക്കുന്നത് അവന്റെ മഹത്വത്തിന് വേണ്ടിയാണ്. പ്രവചനങ്ങളെക്കാൾ വലുതാണ് ദൈവത്തിന്റെ മഹത്വം. കാരണം അവൻ പ്രവചനത്തിന്റെ കൃപ നൽകിയിരിക്കുന്നത് അവന്റെ മഹത്വത്തിനാണ്. പാട്ടുകളെക്കാൾ വലുതാണ് ദൈവത്തിന്റെ മഹത്വം. കാരണം അവനെ ആരാധിച്ചത് അവന്റെ മഹത്വത്തിന് വേണ്ടിയാണ്. പ്രസംഗത്തെക്കാൾ വലുതാണ് ദൈവത്തിന്റെ മഹത്വം. കാരണം ഇന്ന് രാത്രിയിൽ ഞാൻ പ്രസംഗിക്കുന്നത് അവന്റെ മഹത്വത്തിന് വേണ്ടിയാണ്. നിന്റെ ആരാധനയേക്കാൾ വലുതാണ് അവന്റെ മഹത്വം. കാരണം ഇന്ന് രാത്രിയിൽ ആരാധിക്കുന്നത് അവന്റെ മഹത്വത്തിനായിട്ടാണ്. ഞാൻ ഈ ഭൂമിയിൽ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷയെക്കാളും വിലയേറിയതാണ്, വിലപ്പെട്ടതാണ് ദൈവത്തിന്റെ മഹത്വം. വായുകൾ തുറന്ന് പറയാമോ? എൻ്റെ എല്ലാ ശുശ്രൂഷകളെക്കാളും, എൻ്റെ മേൽ പകരപ്പെട്ട അഭിഷേകത്തെക്കാളും, ഞാൻ പാടിയ പാട്ടിനേക്കാളും, എൻ്റെ പ്രസംഗത്തെക്കാളും എല്ലാം വലുതാണ് ദൈവത്തിന്റെ മഹത്വം. കാരണം ദൈവം എന്നെ വിളിച്ചത് തന്നെ, ഈ ശുശ്രൂഷ ഏൽപ്പിച്ചത് തന്നെ വിശുദ്ധ ബൈബിൾ പറയുന്നു, നിങ്ങൾ തിന്നാലും നിങ്ങൾ കുടിച്ചാലും നിങ്ങൾ എന്തു ചെയ്താലും അവനായി ചെയ്തും അവന്റെ മഹത്വത്തിനായി ചെയ്തും ഇരിപ്പീൻ. ഇന്ന് രാത്രിയിൽ ഇവിടെ നടക്കുന്ന ഈ ശുശ്രൂഷയിലൂടെ കർത്താവിന്റെ മഹത്വം ഈ പട്ടണത്തിൽ വെളിപ്പെടുമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ആധാരം തുറന്ന് ആത്മനിറവിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തെ സ്തുതിക്കാം. അഭിഷേകത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം, ശുശ്രൂഷകളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. അഭിഷേകം കൂടാം, അഭിഷേകം കുറയാം, അഭിഷേകം പോകാം. ആമീൻ പറഞ്ഞില്ല? നിങ്ങളുടെ മുഖത്തൊരു നല്ല സന്തോഷം ഉണ്ടാകട്ടെ. അഭിഷേകം കൂടാം, അഭിഷേകം കുറയാം, അഭിഷേകം പോകാം. അഭിഷേകത്തിന്റെ ശുശ്രൂഷയുടെ തലങ്ങളിൽ വ്യത്യാസങ്ങളുണ്ട്, വ്യത്യസ്തതകളുണ്ട്, ഹല്ലേലൂയ, അളവുകളുണ്ട്. ദൈവം ഓരോരുത്തരെയും വിവിധ നിലകളിലാണ് അഭിഷേകം ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ നമുക്ക് ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകന്മാർക്കറിയാം, ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാർ പലരും മീറ്റിങ്ങുകൾക്ക് പോകുന്നവരാണ്. ചില മീറ്റിങ്ങുകളിൽ ദൈവം നമ്മളിൽ പകർന്നിരിക്കുന്ന അഭിഷേകം അതിശക്തമായി റിലീസാകുന്നത് നമുക്ക് അനുഭവിക്കാൻ പറ്റും. ആ മീറ്റിങ്ങിൽ വന്നിരിക്കുന്നവരും അത് പറയും. എന്നാൽ ചില ശുശ്രൂഷകളിൽ അത് സംഭവിക്കാതിരിക്കുന്നത്, ദൈവ സാന്നിധ്യം വെളിപ്പെടാതിരിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, അഭിഷേകത്തിന്റെ ശുശ്രൂഷകളിലൊക്കെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. കഴിഞ്ഞ ഞായറാഴ്ച പ്രസംഗിച്ച അതേ ആത്മനിറവിലും അഭിഷേകത്തിലും
ഈ ഞായറാഴ്ച നിങ്ങളുടെ ദൈവദാസൻ പ്രയോജനപ്പെടണമെന്ന നിങ്ങളുടെ ആഗ്രഹമെങ്കിലും ദൈവത്തിൻ്റെ പദ്ധതിയാണ് അതിലൊക്കെ വെളിപ്പെട്ടു വരുന്നത്. കാരണം ദൈവം നമ്മളെ അഭിഷേകം ചെയ്തത് നമുക്ക് വേണ്ടിയല്ല, മറ്റാർക്കൊക്കെയോ വേണ്ടിയാണ്. ഇവിടെ ഇരിക്കുന്ന കർത്തൃ ശുശ്രൂഷകരോട് ഞാൻ പറയാം, ദൈവം മോശയെ അഭിഷേകം ചെയ്തത് മോശയ്ക്ക് വേണ്ടിയല്ല, ഊഴിയ വിചാരകന്മാർ നിമിത്തം നിലവിളിച്ച ഒരു ജനതയുടെ വിടുതലിന് വേണ്ടിയാണ്. ദൈവം ഏലിയാവിനെയും എലീശായെയും അഭിഷേകം ചെയ്തത്, ദൈവം കാലഘട്ടങ്ങളിൽ ഓരോ പ്രവാചകന്മാരെയും അഭിഷേകം ചെയ്തത്, രാജാക്കന്മാരെ അഭിഷേകം ചെയ്തത് അവരുടെ പദ്ധതികൾക്കല്ല, ദൈവത്തിൻ്റെ പദ്ധതികളുടെ പൂർത്തീകരണത്തിനാണ്. ഈ അഭിഷേകത്തിൽ ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കാം. ഹല്ലേലൂയ. ഞാൻ നേരത്തെ ഒരു വാക്ക് പറഞ്ഞപ്പോൾ നിങ്ങൾ ആരും മിണ്ടിയില്ല. നിങ്ങൾ എന്നെ വളരെ സ്ട്രെയിൻ ചെയ്ത് നോക്കുന്ന ഞാൻ കണ്ടു. അഭിഷേകം കൂടാം, അഭിഷേകം കുറയാം, അഭിഷേകം പോകാം, അഭിഷേകം നഷ്ടപ്പെടാം. വേദപുസ്തകത്തിനകത്ത് ദൈവം പകർന്ന അഭിഷേകത്തെ നഷ്ടപ്പെടുത്തിയവർ ഉണ്ട്, പലരുണ്ട്. അതിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാള് ശൗലാണ്. ദൈവം പകർന്ന അഭിഷേകത്തെ നഷ്ടപ്പെടുത്തിയ മനുഷ്യൻ. ഈ ആത്മീക ലോകത്തിൽ നിങ്ങൾ കണ്ണോടിച്ച് നോക്കുമ്പോൾ ഈ ദൈവികമായ അഭിഷേകത്തെ നഷ്ടപ്പെടുത്തിയ പലരുമുണ്ട്. എന്നാൽ എന്നെ ശ്രദ്ധിക്കുമെങ്കിൽ ജനം വന്നുകൊണ്ടിരിക്കുന്ന മോനെ, ഇനി അകത്തോട്ട് ആളുകൾക്ക് ഇരിക്കാനുള്ള ഇടം കുറവാണ്. പ്ലീസ്, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുമെങ്കിൽ ഞാൻ നിങ്ങളോടൊരു സത്യമായ കാര്യം പറയുന്നു. നിങ്ങൾ ആരാധിക്കുകയും നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും താല്പര്യത്തോടിരിക്കുകയും ചെയ്താൽ മാത്രമേ അഭിഷിക്തന്മാർക്ക് അല്ലെങ്കിൽ ദൈവം അനോയിന്റ് ചെയ്തവർക്ക് ശക്തമായി മിനിസ്റ്റർ ചെയ്യാൻ പറ്റും. അല്ല, ഞാൻ അത് പറയാൻ വന്നല്ല, എൻ്റെ വിഷയം അതല്ല. അതുകൊണ്ട് ചില ദൈവദാസന്മാർ പറയും, നിങ്ങൾ കൈയടിക്കണം, നിങ്ങൾ ഉച്ചത്തിൽ ഹല്ലേലൂയ പറയണം, നിങ്ങൾ പാടണം, നിങ്ങൾ ആരാധിക്കണം. കാരണം എന്താണെന്നറിയാമോ? അവർക്ക് ആ മിനിസ്ട്രി ചെയ്യാനുള്ള ആ ഒരു ഫ്രീഡത്തിന് വേണ്ടിയാണ്. അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന ഒരു പിരിമുറുക്കമുണ്ട്. എന്നാൽ ദൈവ മഹത്വത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകത, ഞാൻ സംസാരിക്കുന്നത് ദൈവ മഹത്വത്തെക്കുറിച്ചാണ്, ദൈവ തേജസ്സിനെ കുറിച്ചാണ്. അഭിഷേകം കൂടാം, അഭിഷേകം കുറയാം, അഭിഷേകം പോകാം. പക്ഷേ ദൈവത്തിൻ്റെ മഹത്വത്തിന് മാത്രമുള്ള പ്രത്യേകത, അവൻ്റെ മഹത്വത്തെ ആർക്കും കൂട്ടാൻ കഴിയുന്നില്ല, അവൻ്റെ മഹത്വത്തെ ആർക്കും കുറയ്ക്കാൻ കഴിയുന്നില്ല, അവൻ്റെ മഹത്വത്തെ ആർക്കും എടുക്കാൻ കഴിയുന്നില്ല. ഒരാഭിചാരകനും ആഭിചാരം ചെയ്ത് നഷ്ടപ്പെടുത്താൻ കഴിയാത്ത ഒന്നുണ്ടെങ്കിൽ, ഒരസൂയക്കാരനും ഒരു ശത്രുവിനും തകർക്കുവാൻ കഴിയാത്ത ഒന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ മഹത്വമാണ്, അത് ദൈവത്തിന്റെ തേജസ്സാണ്. ഇന്ന് രാത്രിയിൽ എന്തും വിട്ടുതരുവാൻ, എന്തും നൽകി തരുവാൻ എൻ്റെ ദൈവം തയ്യാറാണ്. പക്ഷെ പ്രവാചകനായ യെശയ്യാവ് 48 അധ്യായം 11 വാക്യത്തിൽ പറയുന്നു, എൻ്റെ മഹത്വം ഞാൻ മറ്റാർക്കും വിട്ടുകൊടുക്കുകയില്ല. അവന്റെ മഹത്വത്തെ അവൻ മറ്റാർക്കും വിട്ടുകൊടുക്കുന്നില്ല. ദൈവത്തോട് ചോദിച്ചാൽ ദൈവം എന്താണ് നമുക്ക് തരാത്തത്? ദൈവം നമുക്ക് എന്താണ് നൽകാതിരുന്നിട്ടുള്ളത്? ഇന്ന് രാത്രി നിങ്ങൾ ചെറിയ 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 കാര്യങ്ങളൊക്കെ അല്ലേ തമ്പുരാനോട് ചോദിക്കുന്നേ? നിങ്ങൾ ചോദിക്കുന്നതൊന്നും ദൈവത്തിന്റെ മുമ്പിൽ വലിയൊരു കാര്യമല്ല. നിങ്ങൾ ചോദിക്കുന്നതൊന്നും ദൈവത്തിന്റെ മുമ്പിൽ വലിയൊരു കാര്യമല്ല. കാരണം നിങ്ങളുടെ പ്രശ്നങ്ങളെക്കായിലും വലിയവനാണ് ദൈവം. നിങ്ങളുടെ ആവശ്യങ്ങളെക്കായിലും വലിയവനാണ് ദൈവം. നിങ്ങളുടെ ആഗ്രഹങ്ങളെക്കായിലും വലിയവനാണ് ദൈവം. സ്വർഗാദി സ്വർഗങ്ങളിൽ വസിക്കുന്നവൻ, സ്വർഗം അവന്റെ സിംഹാസനവും ഭൂമി അവന്റെ പാദപീഠമായിരിക്കുമ്പോൾ, ആമേൻ, സാറാപ്പുകൾ 2 കൊണ്ട് പാദമൂടി 2 കൊണ്ട് ചിറകടിച്ച് ഒരുവനോട് ഒരുവൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്നാർപ്പിടുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അവൻ സർവശക്തനാണ്.
പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവൻ താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തു കൂടുവാൻ കഴിയാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള മാറത്ത് പൊൻകച്ച കെട്ടിയ വെള്ളോട്ടിന് സദൃശ്യമായ കാലുകളുള്ള പെരുവെള്ളത്തിന് ഇരച്ചിൽ പോലെ ശബ്ദമുയർത്തി ന്യായം വിധിക്കുന്ന ആൽഫയും ഒമേഗയുമായ ഭൂമിയെ നാസ്തികത്വത്തിന്മേൽ തൂക്കിയ നക്ഷത്ര ജാലങ്ങളെ പേർചൊല്ലി വിളിച്ച ഭൂമിയിലെ പൊടിയെ നാഴി കൊണ്ടളന്ന ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ സകലത്തെ ഉളവാക്കിയ ഈ ദൈവം എന്റെ ചിന്തകൾക്കും എന്റെ വികാരങ്ങൾക്കും എന്റെ ആഗ്രഹങ്ങൾക്കും അതിലും വലുവനാണ്, അതിലും അപ്പുറമാണ്. അതുകൊണ്ടാണ് ദൂതൻ മറിയത്തോട് പറഞ്ഞത്, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യം അല്ലല്ലോ. ഒരു കാര്യം അസാധ്യമല്ല, ഒരു കാര്യം അസാധ്യമല്ല, ഒരു കാര്യം അസാധ്യമല്ല. വൈദ്യശാസ്ത്രം എഴുതി തള്ളിയതിനെ ഇന്ന് രാത്രിയിൽ ഇതിനകത്ത് അവൻ സൗഖ്യമാക്കും. മനുഷ്യൻ കൈവിട്ടതിനെ ഇന്ന് രാത്രിയിൽ ഇതിനകത്ത് അവൻ വിടുവിക്കും. ആമേൻ. ശത്രു കെട്ടിയ സകല ചങ്ങലകളും പൈശാചിക നുകങ്ങളും ഇന്ന് രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ തകർന്നു വീഴും. ആത്മാവിൽ ആരാധിക്കുന്നവർ ആരാധിച്ചാട്ടെ, സ്തുതിക്കുന്നവർ സ്തുതിച്ചാട്ടെ. ഇത് തല തകർന്ന ലൂസിഫറിന്റെ രാത്രിയല്ല, ഇത് പൈശാചിക മേഖലയുടെ രാത്രിയല്ല. ഇന്ന് രാത്രിയിൽ തേജസ് വാരി കൊടുത്തവനായി അൽഫയും ഒമേഗയുമായ യഹൂദ ഗോത്രത്തിലെ സിംഹമായ രാജാതി രാജാവും കർത്താതി കർത്താവുമായ എന്റെ യേശുവിന്റെ രാത്രി അത്രേ. വിശ്വസിക്കുന്നവരെന്ന് രാത്രിയിൽ ആരാധിക്കും, വിശ്വസിക്കുന്നവരെന്ന് രാത്രിയിൽ ആരാധിക്കും. ഇന്ന് രാത്രി അധരങ്ങൾ തുറന്ന് മോശയെ പോലെ പ്രാർത്ഥിക്കണം. നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണം. നിന്റെ മഹത്വം ഇന്ന് രാത്രി എൻ്റെ മേൽ വെളിപ്പെടണം. നിങ്ങൾ എന്നാ ചിന്തിക്കുന്നേ? ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ തേജസ് എന്ന് പറഞ്ഞാൽ ദൈവമാണ്. ദൈവത്തിന്റെ വലിപ്പം ദൈവത്തിന്റെ മഹത്വമാണ്. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ബഥാനിയയിലെ കുടുംബത്തെ നോക്കി പറഞ്ഞതിന് ഒറ്റ വാക്കേ ഉള്ളൂ, വിശ്വസിച്ചാൽ ഞാൻ ആരാന്ന് നീ അറിയും. എന്റെ ശക്തി എന്താണ്, വലിപ്പം, ഇതാണ് യേശു പറഞ്ഞത്, അതാണ് യേശു പറഞ്ഞത്, അതാണ് യേശു പറഞ്ഞത്, അതാണ് യേശു പറഞ്ഞത്. അതുകൊണ്ട് ദൈവം തമ്പുരാന് തരാൻ പറ്റുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠകരമേറിയ ഒരു സന്ദേശമാണ് ഈ മീറ്റിംഗിൽ തന്നുകൊണ്ടിരിക്കുന്നത്. അത് അവന്റെ തേജസ്, മഹത്വം എന്ന വിഷയമാണ്. ഈ ദൈവ മഹത്വത്തെ ദർശിക്കാൻ കഴിയും. ദൈവദാസന്മാരെ, നിങ്ങൾ പ്രാർത്ഥിക്കുവോ? ഈ കാലഘട്ടത്തിൽ ദൈവസഭകൾക്കകത്ത്, നിങ്ങളുടെ കൂടിവരവുകൾക്കകത്ത്, നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾക്കകത്ത് ദൈവ തേജസ്സിന്റെ നേർക്കാഴ്ചകൾ ഉണ്ടാകട്ടെ. പഴയ പുതിയ നിയമവുമായി കമ്പയർ ചെയ്യാൻ സമയപരിമിതികൾ കൊണ്ട് രണ്ട് സംഭവം ഞാൻ പറയാം. പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 55 മുതലുള്ള വാക്യത്തിൽ, പ്രത്യേകിച്ച് 56-ാം വാക്യത്തിലും, സ്തെഫാനോസ് എന്ന് പറയുന്ന മനുഷ്യൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും, പറഞ്ഞേ ദൈവമഹത്വം, ഗ്ലോറി ഓഫ് ഗോഡ്, ഗ്ലോറി ഓഫ് ഗോഡ്, ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. പറഞ്ഞേ കണ്ടു. സ്തെഫാനോസ്, സ്റ്റീഫൻ ദൈവ മഹത്വം നേരിട്ട് കണ്ടു. തേജസ്സിന്റെ മഹത്വത്തിന്റെ നേർക്കാഴ്ചകൾ തനിക്കുണ്ടായി.
ആ മഹത്വത്തിന്റെ നേർക്കാഴ്ചകൾ തനിക്കുണ്ടായപ്പോ ആ മനുഷ്യൻ പറഞ്ഞ വാക്കെന്നാന്നറിയാമോ? ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും. ഇതാ സ്വർഗം. ഞാൻ ഒരിക്കലും ഇവിടെ നിന്നോണ്ട് ഇതാ കെ തോമസ് എന്ന് പറയില്ല. പക്ഷേ ഞാൻ ഇവിടെ നിന്നോണ്ട് പറയും, ഇതാ ഇമ്മാനുവേൽ, ഇതാ ഇമ്മാനുവേൽ, ഇതാ ഇമ്മാനുവേൽ എന്നെനിക്ക് പറയണമെങ്കിൽ ഞാൻ ആ മനുഷ്യന്റെ അത്രയും അടുത്ത് നിന്നാലേ പറയാൻ പറ്റൂ, ഇതാ ഇമ്മാനുവേൽ. മഹത്വം വെളിപ്പെട്ടപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഇതാ സ്വർഗം, ഇതാ സ്വർഗം. ഇന്ന് രാത്രിയിൽ അത് ഇവിടെ ഇറങ്ങണം, ഇതിനകത്തിറങ്ങണം, ഇതിനകത്തിറങ്ങണം. തേജസ്സിന്റെ നേർക്കാഴ്ചകളാണിതെല്ലാം. വിശുദ്ധ തിരുവെഴുത്തുകൾ പഠിക്കുമ്പോൾ ദൈവപുരുഷനായ മോശയുടെ കാലഘട്ടത്തിൽ പുറപ്പാട് പുസ്തകം 24-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, യഹോവയുടെ തേജസ്സിന്റെ കാഴ്ച. പറഞ്ഞ് തേജസ്സിന്റെ കാഴ്ച. കാണാൻ കഴിയുന്ന നിലയിൽ വെളിപ്പെട്ട തേജസ്. യഹോവയുടെ തേജസ്സിന്റെ കാഴ്ച പർവ്വതത്തിന്റെ മുകളിൽ കത്തുന്ന തീ പോലെ ഇസ്രായേൽ മക്കൾക്ക് തോന്നി. മലയാളക്കരയിൽ ഈ വാക്ക് പറയാമോ എന്ന് എനിക്കറിയത്തില്ല. കത്തുന്ന തീ പോലെ. യഹോവയുടെ തേജസ്സിന്റെ തേജസ്സിന്റെ കാഴ്ച തിരുവനന്തപുരം കാണട്ടെ. യഹോവയുടെ തേജസ്സിന്റെ കാഴ്ച ഈ രാജ്യം കാണട്ടെ. യഹോവയുടെ തേജസ്സിന്റെ കാഴ്ച നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നീ അനുഭവിക്കണേ. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ, സമയമില്ലാത്തോണ്ട് പെട്ടെന്ന് പോന്നേ, പഴയ നിയമത്തിൽ ഒരു കൂട്ടം ആളുകൾ ഈ കാഴ്ച കണ്ടു. എന്ന് പറഞ്ഞാൽ ദൈവ തേജസ് കണ്ടു. പുതിയ നിയമത്തിൽ സ്തെഫാനോസ് തേജസ് കണ്ടപ്പോഴേ പറഞ്ഞു, സ്വർഗം ഇറങ്ങി വന്നേക്കുക. ഇതാ സ്വർഗം. പുള്ളി തൊട്ട് കാണിക്കുക, തൊട്ട് കാണിക്കുക. മഹത്വം ഇറങ്ങിയാൽ അവിടെ ഒരു ഓപ്പൺ ഹെവൻ ഉണ്ടാവും. മഹത്വം ഇറങ്ങുന്നിടത്ത് ഒരു തുറക്കപ്പെട്ട സ്വർഗം ഉണ്ടാകും. ഇന്ന് രാത്രിയിൽ ഈ പോളിയോ ഹോമിൽ കൂടി വന്നിരിക്കുന്നവരുടെ മേളിൽ തുറക്കപ്പെട്ട സ്വർഗം, ആ തുറക്കപ്പെട്ട സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്ന അത്ഭുത സൗഖ്യങ്ങൾ, അത്ഭുത വിടുതലുകൾ, ദൈവത്തിന്റെ ശബ്ദങ്ങൾ, അത്ഭുതകരമായ അനുഗ്രഹങ്ങൾ വെളിപ്പെടണേ.